എന്റെ ഭാഗം ചില ഭാഗത്തെ വല്ലാതെ കരിച്ചു കളയുന്നു എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല ഫഅദിമ ലഹാ ബിന ഹുസൈനി രണ്ട് നിജാസങ്ങൾ പുറത്തുവിടാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ആ നരകത്തിന് അനുവാദം കൊടുക്കുകയാണ്. അതേതൊക്കെയാണ്? നഫസിൻ ഫിശ്ശിതാഇ വനഫസിൻ ഫിശ്ശൈഫ്, ശൈത്യകാലത്തും ഉഷ്ണകാലത്തുമാണ് ആ രണ്ട് ശ്വാസങ്ങൾ പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല രണ്ട് ഉഷ്ണവും ശൈത്യത്തിന്റെയും ഉഷ്ണത്തിന്റെയും രണ്ട് ശ്വാസങ്ങളാണ് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ആ നരകത്തിന് അനുവാദം കൊടുക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറയുന്നു, നിങ്ങൾ അനുഭവിക്കുന്ന കഠിനമായ ചൂടും നിങ്ങൾ അനുഭവിക്കുന്ന കഠിനമായ തണുപ്പുമെല്ലാം അതിന്റെ ആവികളാണ് എന്ന് റസൂല് പറയുന്നുണ്ട്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നരകവാസികളായ ആൾക്കാർ യസ്തഗീസു അഹ്ലുന്നാർ മിനൽ ഹർ, ശക്തിയായ ചൂട് കൊണ്ട് നരകവാസികളായ ആൾക്കാർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളിലേക്ക് ഒരു തണുത്ത കാറ്റ് ലഭിച്ചിരുന്നെങ്കിൽ എന്ന്, ഒരു തണുത്ത കാറ്റെങ്കിലും ഞങ്ങൾക്ക് നൽകണമെന്ന് അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അല്ലാഹു തആല അവരിലേക്ക് തണുത്ത കാറ്റടിപ്പിക്കുന്നു. ആ തണുത്ത കാറ്റ് കൊണ്ട് അവരുടെ എല്ലുകൾ പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള തണുപ്പാണ്. അതിന് വീണ്ടും അവര് ചൂടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജഹന്നമിൽ നിന്നൊരു ചൂട് അവരിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നു. ഈ പ്രക്രിയ നരകവാസികളായ ആൾക്കാരിൽ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ഈ രണ്ട് സംഭവങ്ങൾ, ഈ രണ്ട് ഹദീസുകൾ നിങ്ങൾക്ക് മുന്നിൽ കേൾപ്പിച്ചത് നമുക്കൊരു ബോധമുണ്ടാകണം, ഒരു ചിന്തയും ആലോചനയും നമുക്കുണ്ടാകണം. നമ്മൾ അനുഭവിക്കുന്ന ചൂട്, നാം പലപ്പോഴും അനുഭവിച്ച തണുപ്പ്, ഇതൊക്കെ നരകത്തിൽ നിന്ന് ആവിയായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നതാണെന്ന് റസൂല് പറയുമ്പോ കേവലം ഒരു നോവൽ വായിച്ചതിന്റെ ആ ഒരു മൈൻഡിലല്ല നമ്മൾ അതിൽ കാണേണ്ടത്. അത് വഹീന്റെ അടിസ്ഥാനത്തിലുള്ള വാക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ബോധ്യവും ബോധവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നരകാഗ്നിയെ സംബന്ധിച്ച് പറഞ്ഞത്, നാറുക്കും ജുസുഉ മിൻ 70 ജുസ്അ, നിങ്ങൾ കത്തിക്കുന്ന തീയിനേക്കാൾ 70 ഇരട്ടി ചൂടുള്ള തീയാണ് നരകത്തിലുള്ളത് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ഈ ചൂട് സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. ഇന്നലെയും മെനഞ്ഞാന്നും ഇന്നൊക്കെ ഉള്ള ചൂട് വല്ലാത്ത ചൂടാണ്. ഇത് അനുഭവിക്കാൻ നമുക്ക് വളരെ പ്രയാസപ്പെടും, മയങ്ങി തളർന്നു പോകുന്നുണ്ട് നമ്മള്.